ആലപ്പുഴയിലും പാലക്കാട്ടും സംഭവിച്ച കൊലപാതക പരമ്പരകളുടെ പിന്നിലെ ചേതോ വികാരം എന്താണ്? ഏത് ദൈവമാണ് ഈ കൊലപാതകത്തിൽ സന്തോഷിക്കുന്നത്? നമസ്കാരം. സമാധാനത്തെക്കുറിച്ച് പറയാൻ കഴിയാത്തത് മതമല്ല. മനുഷ്യനെയും അവൻ്റെ ജീവനെയും ആദരിക്കാൻ കഴിയാത്തതൊന്നും ആത്മീയതയല്ല. അതിപ്പോൾ ജാതിയുടെയോ മതത്തിൻ്റെയോ വേഷത്തിൻ്റെയോ നിറത്തിൻ്റെയോ പണത്തിൻ്റെയോ എന്തിൻ്റെ പേരിലായാലും മനുഷ്യരെ പരസ്പരം വെറുക്കാനും കൊല്ലാനും പരിശീലിപ്പിക്കാൻ നമുക്ക് സംഘടനകളും നേതാക്കളും വേണം. അല്ലാതെ തന്നെ നാം എന്തെല്ലാം കാരണങ്ങളാൽ അത് ചെയ്യുന്നു. വെറുക്കാൻ പഠിപ്പിക്കാൻ ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ ചില സ്വാർത്ഥമതികൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പേരിലും വെറുപ്പ് വിറ്റ് മനുഷ്യനെ ഉന്മൂലനം ചെയ്യാൻ പഠിപ്പിക്കുന്നവരെ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയം പറഞ്ഞ്, സംഘബലത്തിൻ്റെ പേരിൽ, മതരാഷ്ട്ര സ്വപ്നങ്ങളുടെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൺമുൻപിൽ സംഭവിക്കുന്നു. ഇതെത്ര വലിയ തെറ്റാണ്! ആലപ്പുഴയിലും പാലക്കാട്ടും സംഭവിച്ച കൊലപാതക പരമ്പരകളുടെ പിന്നിലെ ചേതോ വികാരം എന്താണ്? സുബൈറിൻ്റെയും ശ്രീനിവാസൻ്റെയും കൊലപാതകത്തിൽ ഏത് ദൈവമാണ് ഈ കൊലപാതകത്തിൽ സന്തോഷിക്കുന്നത്? പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ ഏത് പരിധിവരെ നിയന്ത്രണം നിർവഹിക്കാൻ കഴിയും? ഇവിടെ മത, സാംസ്കാരിക, രാഷ്ട്രീയ സംവിധാനങ്ങൾ ഒരുമിച്ച് ഇത്തരം വർഗീയ അന്ധതയെ ചെറുക്കണം. അത് ഈ നാടിൻ്റെ ഇപ്പോഴത്തെ ആവശ്യമാണ്. ഇതിൽ കാഴ്ചക്കാരില്ല. നമ്മൾ പരസ്പരം ബാധിക്കപ്പെട്ടവർ, ബന്ധിക്കപ്പെട്ടവർ, ജീവൻ നഷ്ടപ്പെട്ടവരുടെ പേരിൽ വിലപിക്കാൻ മാത്രമല്ല, ഒരുമിച്ച് നിന്ന് കണ്ണു തുറക്കാനും നമുക്ക് കഴിയണം. കൊലപാതകം കൊണ്ട് ആരും, ഒരു മതവും, ഒരു പ്രത്യയശാസ്ത്രവും ജയിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത് സമാധാനം, സൗഹൃദം ഇത് നിലനിർത്താൻ പോലീസ് വേണം എന്ന അവസ്ഥ എത്ര ദുഃഖകരമാണ്. മതം പരസ്പരം പോർ വിളിക്കാനോ വെറുക്കാനോ അല്ലല്ലോ. വ്യത്യസ്ത വസ്ത്രം ധരിക്കുന്നവരോട് പോലും അസഹിഷ്ണുത പുലർത്തുന്ന തരത്തിൽ മതാന്ധത ബാധിച്ചവരായി മനുഷ്യൻ മാറുന്നെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? ഇത്തരം കാഴ്ചകളും സമീപകാലത്ത് മാധ്യമങ്ങളിൽ നാം ധാരാളം കാണുന്നുണ്ടല്ലോ. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തോടൊപ്പമാണ് നാം. അന്ധത മാറട്ടെ, വെളിച്ചമുണ്ടാകട്ടെ. മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത ഇടങ്ങളിലെല്ലാം ഇത്തരം വൈറസുകൾ മനുഷ്യരെ ഭിന്നിപ്പിച്ചു നിർത്തും. അന്ധതയുടെ കരിമ്പടം പുതച്ച് അപരദ്വേഷം അവകാശമായി കരുതാൻ അണികളെ ശീലിപ്പിക്കും. ഒന്നും അറിയാതെ, ഒരു മുൻകരുതലും എടുക്കാനാവാത്ത തരത്തിൽ. അത്ര ലളിതമാണോ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം എന്ന് ചോദിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ചുകൂടി നാം ചിന്തിക്കേണ്ടി വരും. മനുഷ്യബന്ധങ്ങൾ തകർക്കാൻ വിട്ടുകൊടുത്തും മനുഷ്യജീവനുകളെ ഇല്ലാതാക്കിയതും നേടുന്നതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. കേരയിൽ കുറ്റിക്ക് കാവൽ നിൽക്കാൻ പോലീസിനെ വിട്ടുകൊടുത്ത് കേരളത്തെ വർഗീയ കലാപത്തിന് വേദിയാക്കുന്നത് വഴി രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമോ? ദൈവനാമം സഹജീവികളെ ഇല്ലാതാക്കുന്നതിനുള്ള ഊർജമാകുമോ? വേറിട്ട എല്ലാ സ്വരത്തോടും നമ്മൾ അസഹിഷ്ണുത കാണിക്കണം. മാറണം നമ്മൾ വെളിച്ചത്തിലേക്ക്. നഷ്ടപ്പെടുന്ന ജീവനും സൗഹൃദവും നാടും സമയവും ആർക്കും തിരികെ തരാൻ കഴിയുകയില്ല. രാഷ്ട്രീയ മുതലെടുപ്പല്ല വേണ്ടത്. ഒരുമിച്ച് നിൽക്കാനുള്ള സത്യസന്ധമായ ശ്രമമാണ്. മനസ്സിനെയും ശരീരത്തെയും സമൂഹത്തെയും മൂടുന്ന ഇരുട്ടിൻ്റെ മേലങ്കി ഇല്ലാതാകട്ടെ. പകരം വെളിച്ചത്തിൻ്റെ ബോധം നമുക്കണിയാം. നന്ദി.